നമ്മുടെ അമ്മയുമായി ബന്ധപ്പെട്ട താരങ്ങളുടെ വിഴുപ്പലക്കലിലും തുറന്നു പറച്ചിലുകളിലും പീഡനകഥകളിലും പെട്ട് സർക്കാരും നട്ടം തിരിയുകയാണ്. സർക്കാരിന് സത്യത്തിൽ ഒത്തിരി പണിയുള്ള കാലമല്ലേ. വയനാടിൻ്റെ പുനരധിവാസമുണ്ട്, പിന്നെ വരാൻ പോകുന്ന ഓണക്കാലത്തിൻ്റെ തയ്യാറെടുപ്പുകൾ, അതിൻ്റെ സാമ്പത്തിക ക്രമീകരണം അടക്കമുള്ള സംഗതികളുള്ളപ്പോൾ ഇപ്പോൾ വല്ലാത്ത പുലിവാലി പിടിച്ച സ്ഥിതിയിലാണ് സർക്കാർ. നയരൂപീകരണ സമിതി എന്നും പറഞ്ഞൊരു സമിതിക്ക് രൂപം കൊടുത്തു. ഇപ്പോൾ അതിൽ ഉള്ളവരെ പരസ്പരം പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തിടപാടുകളും കുറിപ്പുകളും ഗംഭീരമായി നടക്കുകയാണ്. സത്യത്തിൽ ഇത്രയും ധൃതി എന്തിനായിരുന്നു? എല്ലാം ഒന്ന് അടങ്ങി ശാന്തമായിട്ട് പിന്നെ പോരായിരുന്നോ ഇതെല്ലാം? അതിനെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ ജനങ്ങളുടെ ആകെ സംഗതികൾ നോക്കുന്ന ഒരു സംവിധാനമാണ്. ഒരുപാട് ജനങ്ങൾക്ക് പ്രശ്നമുള്ള, പ്രതിസന്ധികളുള്ള, വെല്ലുവിളികളുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു മാസമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. ജീവനക്കാർക്കാകെയും പെൻഷനും ശമ്പളവും, അതുപോലെ തന്നെ ഓണച്ചന്തകൾ, അതിൻ്റെ ക്രമീകരണം, ഇതെല്ലാം ഉപരി ജനങ്ങളെ മുഴുവൻ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ വയനാട് ദുരന്തമടക്കമുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ വേണ്ടി ചിലവഴിക്കേണ്ട സമയവും സ്പേസും ഒക്കെയാണ് സത്യത്തിൽ ഇവരുടെ കഥകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടിലിൽ തെള്ളിയിട്ടതും ചാടിപ്പിടിച്ചതും ഒക്കെ അടക്കമുള്ള കഥകളാണ് ആകെ പറയാനുള്ളത്. ഇന്നലെ സരസനായ ഒരാൾ പറഞ്ഞു, വീട്ടിൽ എല്ലാ ദിവസവും ഈ പറയുന്ന കുഞ്ഞുങ്ങൾ പത്രങ്ങളുടെ തലക്കെട്ടുകൾ എഴുതി അങ്ങ് കൊണ്ടുവരണമെന്നുള്ള പരിപാടി ഉണ്ടായിരുന്നത്രേ. പക്ഷേ ഇന്നലെ എങ്ങാണ്ട് എച്ച്.എം. പറഞ്ഞത്രേ വേണ്ട, എഴുതണ്ടെന്ന്. ഇനി ഒരാഴ്ചയിലത്തേക്ക് അത് എഴുതുകയേ വേണ്ട. സാമൂഹിക നവോത്ഥാന സിംഹങ്ങളുടെ കഥകൾ പുറത്തു വന്നപ്പോഴാണ് കുട്ടിയെ കൊണ്ട് ഈ എഴുത്ത് നിർത്തിയത്. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. സാധാരണ നമ്മൾ ഇത്തരം ഒരു പരിപാടി കഴിയുമ്പോൾ ഇപ്പം നടക്കുന്ന ഒരു കൂട്ടപ്പൊരിച്ചിലാണ്. ആ പൊരിച്ചിൽ തീർന്നതിന് ശേഷമല്ലേ നയരൂപീകരണവും ചർച്ചയും ഒക്കെ നടത്തേണ്ടത്. ഇപ്പോൾ പുലിവാല പിടിച്ച പോലെ ആയില്ലേ. അതായത് നയരൂപീകരണ സമിതിയിൽ ഉണ്ടായിരുന്ന മുകേഷ് എം.എൽ.എക്കെതിരെ 3 പേർ വ്യത്യസ്ത രൂപത്തിൽ ആരോപണങ്ങളുമായി വന്നു. ഇപ്പോൾ ദേ അടുത്ത വിനയൻ കത്തെഴുതിയിരിക്കുന്നു, ഉണ്ണികൃഷ്ണനെ അതിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യരെ ഉൾപ്പെടുത്തുന്നതിലും പലർക്കും പരാതിയും ആക്ഷേപവുമുണ്ട്. പുറത്ത് പറഞ്ഞതുപോലൊന്നുമല്ല കമ്മിറ്റിയിൽ പറഞ്ഞത് എന്നാണ് പറയുന്ന ആക്ഷേപം. ഏതായാലും ഇപ്പോൾ അകത്താണോ പുറത്താണോ എന്നറിയാതെ 3 പേർ ആരോപണം ഉന്നയിക്കപ്പെട്ട പോലീസ് കേസിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുള്ള ഒരാൾ എങ്ങനെ നയം രൂപീകരിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് കുറച്ചൊന്ന് കാത്തിരിക്കുക, ഈ കാറ്റും കൂട്ടപ്പൊരിച്ചിലും ഒക്കെ കഴിയട്ടെ, പിന്നെ ബാക്കിയുള്ളത് വെച്ച് നമുക്ക് നന്നാക്കിയെടുക്കാം.